ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ട്രിപ്പിൾ സ്പേസ് ടൈം. ശിവ ഹിയർ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മോട്ടോർ വ്ളോഗിങ് മാത്രമല്ല, നമ്മളെ ചാനലിൽ ട്രാവലും അതുപോലെ ടെക് പരമായിട്ടുള്ളതും എല്ലാ എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള ചെറിയ ചെറിയ ടോപ്പിക്കുകളും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ മറക്കല്ല് ബെല്ലൈക്കൺ ഞെക്കി പൊട്ടിക്കാനായിട്ട് മാക്സിമം ഷെയറും ചെയ്യുക. അപ്പോൾ നമുക്ക് സമയം കളയണ്ട, പെട്ടെന്ന് വീഡിയോയിലോട്ട് പോവാം. ഇത് എൻ്റെ സ്വന്തം ഗ്രാസിയ, എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് എടുത്ത വണ്ടിയാണ്. അവർ ഇത്രയും നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ആക്റ്റീവ ആയിരുന്നു. അതിൽ നിന്നും മാറി ചിന്തിക്കാൻ അവർക്ക് അടുത്തൊരു വണ്ടി മേടിക്കാൻ ചിന്തിച്ചപ്പോഴും അവർ വീണ്ടും ആക്റ്റീവ തന്നെയാണ് ഓപ്റ്റ് ചെയ്തിരുന്നത്. പിന്നെ ഞാൻ കഴിയുന്നത്ര പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഈ ഗ്രാസിയ എന്ന് പറയുന്ന വണ്ടിയിലോട്ട് അവർ മാറി ചിന്തിക്കാൻ ഇടയായത്. അപ്പോൾ അതിന്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒരു വ്ളോഗിങ്, എങ്ങനെയാണ് നമ്മൾ ആ വണ്ടി വാങ്ങിക്കാൻ വേണ്ടി പോകുന്ന ആ ദിവസത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഞാനൊരു വ്ളോഗായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടു നോക്കുക ഗൈസ്. അപ്പോൾ നമുക്ക് വണ്ടിയിലെ കാര്യത്തിലോട്ട് പോവാം. എനിക്ക് വണ്ടി മെയിനായിട്ട് ഇഷ്ടപ്പെടാൻ കാര്യം ഇതിന്റെ ഹെഡ്ലൈറ്റ് ആണ്. LED ലൈറ്റിംഗ് ആണ് വണ്ടി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ രാത്രിയുള്ള ഫുട്ടേജ് ഞാൻ എന്തായാലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. നല്ലൊരു സ്റ്റേഡിയത്തിലുള്ള ലൈറ്റിംഗ് പോലെയാണ് ഇതിന്റെ LED ലൈറ്റിംഗ്. അതും വൈറ്റ് കളർ ലൈറ്റ് ആണ് എങ്കിൽ പോലും ഓപ്പോസിറ്റിൽ നിന്നൊരു വണ്ടി വരുന്ന ആൾക്ക് ഇതിൽ ഹൈ ബീം ഇട്ടാൽ പോലും അവരുടെ ഐസിന് ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ കൃത്യമായിട്ട് ലോ ആംഗിൾ 45 ഡിഗ്രിയിൽ എല്ലാ റോഡിന്റെ നമുക്ക് കാണേണ്ടത് എന്താണ് അതിനെ മാക്സിമം ഇലൂമിനേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു ലൈറ്റിംഗ് സിസ്റ്റമാണ് വണ്ടി കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യം ഇതിന്റെ ഡിജിറ്റൽ ക്ലസ്റ്റർ ആണ്. ഇതിന്റെ ഡിജിറ്റൽ ക്ലസ്റ്റർ ഇതിന്റെ അകത്ത് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം. കണ്ടോ, RPM ബൈക്കിലെല്ലാം കാണിക്കുന്നത് പോലെ തന്നെ ഇതിലും RPM മീറ്റർ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടൈം കാണിക്കുന്നുണ്ട്. ഫ്യൂവലിൻ്റെതും ഡിജിറ്റലാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാം ഡിജിറ്റലാണ്. പിന്നെ വേറൊരു ഇവിടെ മുകളിൽ 3 നമുക്ക് ലൈറ്റുകൾ കാണാൻ പറ്റും. ഇത് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് മാത്രമേ ഇത് ഇലൂമിനേറ്റ് ആവത്തുള്ളൂ. ഇത് ഗ്രീൻ കളറിൽ ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ എന്ന രീതിയിൽ എക്കണോമിക് ആയിട്ട് നമ്മൾക്ക് വണ്ടി ഓടിക്കാൻ വേണ്ടിയായിട്ട് അവർ തന്നെ ചെയ്തേക്കുന്ന ഒരു ഫെസിലിറ്റിയാണ്. അപ്പോൾ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴിയുന്നതും ഇതിലെപ്പോഴും ഗ്രീൻ കത്തി നിൽക്കുന്ന ഒരു സ്പീഡിൽ നമ്മൾ ഓടിക്കാൻ ശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് വണ്ടിയുടെ മൈലേജിന് നമുക്ക് നല്ലപോലെ ഉപകാരപ്പെടും. അപ്പോൾ മാക്സിമം 3 ലൈറ്റും കത്തിക്കിടക്കും. അല്ലാതെ നമ്മൾ അതിലും സ്പീഡ് കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ലൈറ്റും കത്താതാവുകയും, നമുക്ക് സ്പീഡ് കുറഞ്ഞു പോവുകയാണെങ്കിലും അത് ഒരു ലൈറ്റ് കത്താതാവും കാണിക്കും. കഴിയുന്നത് നമ്മൾ ഒരു ലൈറ്റെങ്കിലും ഗ്രീൻ കത്തിക്കിടക്കുന്ന രീതിയിൽ ഓടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്പനി പറയുന്ന മൈലേജ് നമുക്ക് കിട്ടും. കമ്പനി ഇതിൻ്റെ അകത്ത് മൈലേജിന്റെ കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 60 km/h ആണ് പറയുന്നത്. എനിക്ക് ഇതുവരെ 580 കിലോമീറ്റേഴ്സ് ആണ് വണ്ടി കവർ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു വണ്ടിയുടെ. 700 കിലോമീറ്റേഴ്സ് വരെ, 500 to 700 കിലോമീറ്റേഴ്സ് ആണ് വണ്ടിയുടെ സർവീസ് പീരീഡ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ 1 മന്ത്. അപ്പോൾ 580 ആയപ്പോഴത്തേക്കും തന്നെ 1 മന്തും ആവുകയും അങ്ങനെ സർവീസ് ചെയ്യുകയാണ് ഉണ്ടായത്. പിന്നെ ഇതിന്റെ വണ്ടിയിൽ അമ്മയും അച്ഛനുമാണ് മെയിനായിട്ട് ഓടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഇതിൽ മൈലേജ് ഫുൾ ത്രോട്ടിൽ ഓപ്പൺ ചെയ്തിട്ട് അങ്ങനെ വണ്ടീനെ ഹൈ പവറിലൊന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല ഒരു ഫാമിലി ഫ്രണ്ട്ലി ആയിട്ട് വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന മൈലേജ് എത്രയാണെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് വേറൊരു വീഡിയോയിൽ ഇതിന്റെ മൈലേജ് ഞാൻ നിങ്ങൾക്ക് അറിയിക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് ബാക്കി വണ്ടികളിൽ ഇല്ലാത്തൊരു വേറൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയത് ഇതിന്റെ സീറ്റ് തുറക്കുന്ന ഫെസിലിറ്റിയാണ്. വണ്ടിയിൽ ഓൺ ഇവിടെ ഒരു സീറ്റ് എന്ന് പറഞ്ഞ പൊസിഷൻ ഉണ്ട്. ആ സീറ്റ് എന്ന് പറഞ്ഞ പൊസിഷനിൽ വെച്ചതിന് ശേഷം ഇവിടെ സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ സീറ്റ് തുറക്കാൻ പറ്റും. അത് നല്ലൊരു ഫീച്ചറാണ്. കാരണം ഇവിടുന്ന് കീ ഊരി എടുത്തതിന് ശേഷം നമുക്ക് സീറ്റ് തുറന്ന് നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് മാത്രമല്ല, ഇതിന്റെ അകത്ത് ആക്റ്റീവേനെയും കാട്ടിലും തന്നെ നല്ലൊരു ഇന്റീരിയർ സ്റ്റോറേജ് ആണ് നമുക്ക് ഹോണ്ട പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ പലർക്കും ഒരു നെഗറ്റീവായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് പെട്രോളിന്റെ ടാങ്ക് ഫെസിലിറ്റി വരുന്നത് സീറ്റിന്റെ അകത്താണ്. പക്ഷേ സേഫ്റ്റി കൺസേൺ, അതുപോലെ തന്നെ ഈ ചൂട് കാലത്ത് വെയിലടിച്ചിട്ട് നമുക്ക് പെട്രോള് ഈ ഇതുവഴി ലോസ് ആവുന്നത് നമുക്ക് തടയാൻ കഴിയും ഇതകത്തായതുകൊണ്ട്. പക്ഷെ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നുന്നില്ല. വെളിയിലായിരുന്നെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ആയിരുന്നേനെ. നമുക്ക് ഈ സീറ്റ് തുറക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് പോലെ തന്നെ പെട്രോൾ അടിക്കാൻ നേരത്തും നമുക്ക് സീറ്റ് തുറക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്തുകൊണ്ടോ ഹോണ്ട അത് ചെയ്തിട്ടില്ല. പിന്നെ ഇതിന്റെ അകത്ത് വേറെ പറയാനുള്ളത്, ഇതിന്റെ എൻജിൻ 125cc വരുന്നത്. അപ്പോൾ 125cc വരുമ്പോഴത്തേക്കും നമ്മൾ അപ്രീലിയ 125 പോലത്തെ ഒരു സ്പോർട്സ് മോഡിലുള്ള പെർഫോമൻസ് ഒന്നും വണ്ടി പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ വണ്ടിയിൽ പ്രതീക്ഷിക്കാനുള്ളത് നമ്മളെ ഫാമിലി ആയിട്ട് പോകുമ്പോഴത്തേക്കും അവർക്ക് ഏറ്റവും കൂടുതൽ കംഫോർട്ട് തരുന്നൊരു വണ്ടിയാണ്. ഞാൻ പേഴ്സണലി ഓടിക്കുന്ന വണ്ടി അപ്രീലിയ 150 ആണ്. അപ്പോൾ അത് ഓടിക്കുമ്പോഴത്തേക്കും തരുന്ന പെർഫോമൻസ് എന്താണെന്ന് എനിക്കറിയാം. അപ്പോൾ ഒരു പോയിന്റ് പോകാനായിട്ട് ഭയങ്കര ഈസിയാണ്. ആ ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ റെസ്പോൺസ് ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷെ അതുപോലത്തെ ഒരു റെസ്പോൺസ് ഈ വണ്ടി തരുന്നില്ല. പക്ഷെ എന്തുകൊണ്ട് ആ വണ്ടി അങ്ങനെ തരേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ വണ്ടി ഓപ്റ്റ് ചെയ്യുന്ന പലരും ഫാമിലി ആയിട്ട്
ഓടിക്കാൻ വേണ്ടിയായിട്ട്, അല്ലെങ്കിൽ ലേഡീസിന് വേണ്ടിയായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടത് എന്താണ്? സസ്പെൻഷൻ, എത്രമാത്രം കംഫർട്ടോടുകൂടി വണ്ടി ഓടിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതാണ് എനിക്കിതിൽ ഏറ്റവും പറയാനുള്ളത്. അപ്രിലിൽ ഞാൻ എത്രമാത്രം പെർഫോമൻസിൽ ഓടിച്ചതിന് ശേഷം എനിക്ക് ഈ വണ്ടി കയറി ഇരുന്ന് ഓടിക്കുമ്പോൾ ഞാൻ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ പോകുന്നില്ല എന്ന് അത്രമാത്രം ആ റെസ്പോൺസ് തരുന്നില്ല എങ്കിലും എനിക്ക് ആ വിഷമമില്ല. കാരണം അപ്രീലിയ ഓടിക്കുമ്പോഴത്തേക്കും സസ്പെൻഷനേ ഇല്ല. ഇതിൽ കയറി ഇരിക്കുമ്പോഴത്തേക്കും ഞാൻ അനുഭവിക്കുന്നത് ഒരു പഞ്ഞിമത്തേ കയറി ഇരുന്ന് പോകുന്ന ഒരു അനുഭവമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഇത് ആ ഒരു ടൈപ്പ് വണ്ടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇതിന്റെ സസ്പെൻഷൻ ഫീച്ചറാണ്. പക്ഷേ ഇതിന്റെ അകത്ത് അപ്രീലിയയിൽ കൊടുത്തേക്കുന്ന 14 ഇഞ്ചിന്റെ വീലും കൂടെ കൊടുത്തിരുന്നെങ്കിൽ സസ്പെൻഷൻ കുറച്ചും കൂടെ ഇനിയും ഇപ്പോൾ ഉള്ളതേ പെർഫെക്റ്റ് ആണ്, ഇതിനേക്കാട്ടിലും പെർഫെക്റ്റ് ആക്കാൻ പറ്റും. ഇപ്പോൾ ഉള്ളത് ഇതിന്റെ അകത്ത് 12 ഇഞ്ചിന്റെ വീൽസ് ആണ് ഇതിൽ വരുന്നത്. 12 ഇഞ്ചിന്റെ വീൽസ് ഇപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് മോഡലാണ്. ഇതിന്റെ അകത്ത് തന്നെ വേറെ അലോയ് വീൽസിന്റെ മോഡലും ഉണ്ട്. അതിനുശേഷം ഏറ്റവും ടോപ്പ് എൻഡ് വെർഷനും ഉണ്ട്. ആ അലോയ് വീൽസ് വെർഷൻ ആകുമ്പോഴത്തേക്കും ഇതിന്റെ അകത്ത് ഫ്രണ്ടിലും ബാക്കിലും അലോയ് വീൽസ് വരും. പിന്നെ ഉള്ളത് ടോപ്പ് എൻഡ് വെർഷനിലാകുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് വരും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇതിന്റെ അകത്ത് ഡിസ്ക് ബ്രേക്ക് ഇല്ല, പക്ഷേ കോംബി ബ്രേക്ക് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് ബ്രേക്ക് പിടിക്കുകയാണെങ്കിലും ചെറിയൊരു അളവിൽ ഫ്രണ്ട് ബ്രേക്കും കൂടെ അപ്ലൈ ചെയ്തോളും. പല ലേഡീസിനും ഇപ്പോഴും ഫ്രണ്ട് ബ്രേക്ക് പിടിക്കാൻ പേടിയാണ്. പണ്ട് ലൈസൻസ് എടുക്കുന്ന സമയത്തെ അവരെ പറഞ്ഞു കൊടുക്കും ഫ്രണ്ട് ബ്രേക്ക് പിടിക്കില്ലെന്ന്. അപ്പോൾ അവര് ഒരു കാരണവശാലും വണ്ടി എടുത്തിട്ട് എത്ര നാളായാലും ഒരു ഫ്രണ്ട് ബ്രേക്ക് പിടിക്കത്തില്ല. പക്ഷേ ഈ ഒരു വണ്ടിയിൽ ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചില്ലെങ്കിലും ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോഴത്തേക്കും തന്നെ ചെറിയൊരു അളവിൽ ഫ്രണ്ട് ബ്രേക്കും കൂടെ ഓട്ടോമാറ്റിക്കായിട്ട് ഹോണ്ട തന്നെ കൊടുക്കുന്ന ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ബ്രേക്കിംഗ്, അതിനാണ് കോംബി ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. അത് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്രീലിയ ഡിസ്ക് ബ്രേക്ക് ആയതുകൊണ്ടായിരിക്കാം ഞാൻ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ബ്രേക്കിങ്ങിന്റെ ആ ഒരു എഫിഷ്യൻസി ഇതിൽ ഫീൽ ചെയ്യുന്നില്ല. കാരണം ഇത് ഡിസ്ക് ബ്രേക്ക് അല്ലാത്തതുകൊണ്ടാവാം. ഇതിന്റെ ഡിസ്ക് ബ്രേക്ക് വെർഷനിൽ ചിലപ്പോൾ അപ്രീലിയ പോലെ തന്നെ ഒരു ബ്രേക്കിംഗ് കിട്ടിയിട്ടുണ്ടാവാം. പക്ഷേ ആ ഒരു സ്പീഡിൽ നമ്മൾ ഒരിക്കലും വണ്ടി ഓടിക്കാൻ ശ്രമിക്കുന്നവർക്ക് മാത്രമേ ആ ഒരു ബ്രേക്കിങ്ങിന്റെ പോരായ്മയായിട്ട് തോന്നത്തുള്ളൂ. അല്ലാണ്ട് ഡെയിലി നമ്മൾ ഇതിന് വേണ്ടിയായിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതൊരു പോരായ്മയല്ല. അപ്പോൾ ഞാനിന്റെ ഹെഡ്ലൈറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ, അതാണ് ഇതിന്റെ മെയിൻ ഫീച്ചർ. ഹെഡ്ലൈറ്റിന്റെ ലൈറ്റിംഗ് നിങ്ങൾക്ക് ഞാൻ അതിന്റെ ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിന്റെ ഡിജിറ്റൽ ആയിട്ടുള്ള കൺസോളാണ് വരുന്നത്. സീറ്റ് തുറക്കാനായിട്ട് കീ ഊരേണ്ട ആവശ്യമില്ല. സീറ്റിന്റെ അകത്തുള്ള ഇന്റീരിയർ സ്റ്റോറേജ് ഫെസിലിറ്റി എന്ന് പറയുന്നത് ആക്റ്റീവിനെയും കാട്ടിലും കൂടുതലാണ്. എന്നിട്ട് ആക്റ്റീവേന്റെ 125cc ആണ് വരുന്നത്. കാണുമ്പോൾ എല്ലാവർക്കും തോന്നും ഇത് നല്ല സൈസുള്ള വണ്ടിയല്ലേ, ആക്റ്റീവയുടെ അതേ എഞ്ചിനാണെങ്കിലും ആക്റ്റീവേനെ കാട്ടിലും വെയിറ്റ് കൂടുതലായിരിക്കത്തില്ലേ എന്ന്. പക്ഷേ ആക്റ്റീവ ഉണ്ടാക്കിയിരിക്കുന്നത് മെറ്റൽ ബോഡി വെച്ചിട്ടാണ്. പക്ഷേ ഇത് ഫൈബർ ബോഡി വെച്ചാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വെയിറ്റ് ആക്റ്റീവേനെക്കാട്ടിലും കുറവുമാണ്. ആക്റ്റീവേന്റെ അതേ പെർഫോമൻസും അതിന്റെ കടപിടിക്കുന്ന രീതിയിൽ തന്നെ മൈലേജും നമുക്ക് ഹോണ്ട തരുന്നുണ്ട്. അപ്പോൾ മറക്കരുത്, ഞാൻ ഇതിന്റെ തന്നെ മൈലേജിന്റെ ടെസ്റ്റ് ഞാൻ ഉടനെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, മാക്സിമം ഷെയർ ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഞാൻ പറഞ്ഞ എക്കണോമി മോഡ് കാണിക്കാൻ വേണ്ടി നൈറ്റ് ഡ്രൈവ് ചെയ്യാണ്. കണ്ടില്ലേ, ഇപ്പോൾ ഈ സ്പീഡിൽ പോകുമ്പോഴത്തേക്ക് എക്കണോമി എല്ലാം ഓട്ടോമാറ്റിക്കലി എല്ലാ ലൈറ്റും കത്തി കിടക്കുന്നത്. അപ്പോൾ സ്പീഡ് കുറയുകയാണെങ്കിലും പതുക്കെ അങ്ങ് ഓഫാവും. അപ്പോൾ ആ സ്പീഡ് കൂട്ടുകയാണ് ഞാൻ. സ്പീഡ് കൂട്ടി ഒരു പരിധിക്ക് അപ്പുറം സ്പീഡ് കൂടുകയാണെന്നുണ്ടെങ്കിലും എല്ലാ ലൈറ്റും ഓഫാവും. അപ്പോൾ നമ്മൾ പോകേണ്ടത് ഈ ഒരു സ്പീഡിലാണ്. ഈ ഒരു സ്പീഡിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തനിയെ എക്കണോമി മോഡിൽ എപ്പോഴും ലൈറ്റ് കത്തി കിടക്കാം. അപ്പോൾ നമുക്ക് സ്പീഡോമെട്രി നോക്കാണ്ട് തന്നെ ആ ലൈറ്റ് നമുക്ക് എപ്പോഴും ആ സ്ട്രെയിറ്റ് റോഡ് നോക്കുമ്പോഴത്തേക്ക് തന്നെ ലൈറ്റ് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പം അത് അധികം ഡിസ്റ്റർബൻസ് ആയിട്ടും തോന്നുന്നില്ല, നല്ലൊരു ഫീച്ചറുമാണ്. ഇനി ഞാൻ ഹെഡ്ലൈറ്റിന്റെ കാര്യം കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ നല്ല ഇലുമിനേഷൻ ഉണ്ട് ഓൾറെഡി. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കാം. സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത റോഡുകളിൽ പോകുമ്പോഴത്തേക്കും സ്ട്രീറ്റ് ലൈറ്റ് കത്താത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഹെഡ്ലൈറ്റ് നല്ല രീതിയിൽ അപ്പോൾ ഇതിന്റെ ഇന്റൻസിറ്റി മനസ്സിലാവും. പിന്നെ ഇതിൽ പറയാനുള്ളത് ഇതിന്റെ സീറ്റിംഗ് ആണ്. സീറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വിട്ടുള്ള സീറ്റാണ്. അവർ രണ്ടുപേര് ഇതിൽ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നാലും മോർ ദാൻ ഇനഫ് സ്പേസ് അപ്പോഴും ബാക്കിയുണ്ട് എന്നുള്ളതാണ്. അപ്രീലിയാണ് ഞാൻ സ്ഥിരം ഓടിക്കുന്നത്, എപ്പോഴും ഞാൻ പറയുന്നുണ്ട്. അതിന്റെ അകത്ത് സീറ്റ് വളരെ ചെറുതാണ്. രണ്ടുപേര് പോകുമ്പോഴത്തേക്കും രണ്ടുപേരും പരസ്പരം തട്ടിയിരുന്നേ അതിൽ പോകാൻ പറ്റത്തുള്ളൂ. ഇതിലാണെങ്കിൽ രണ്ടുപേരും യാത്ര ചെയ്യുമ്പോഴത്തേക്കും വീണ്ടും ആംബിൾ സ്പേസ് വീണ്ടും ബാക്കിയാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യം. അതും നല്ല കംഫർട്ടുള്ള സീറ്റാണ്. അതും സീറ്റ് കവറും ഉൾപ്പെടുത്തിയാണ് കമ്പനി നമുക്ക് തരുന്നത്. ഫ്രണ്ടിലത്തെ ഇവിടത്തെ സ്പേസ് ആണ്. ഈ വണ്ടി മൊത്തത്തിൽ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വിട്ടാണ് ഫ്രണ്ടിൽ. കണ്ടില്ലേ, ആക്റ്റീവിനെയും കാട്ടിലും വിട്ട് നമുക്ക് ഈ ഭാഗത്ത് ഫീൽ ചെയ്യാൻ പറ്റും. നല്ലൊരു വിട്ട് ഇവിടെ വരുന്നുണ്ട്. അതും നല്ലൊരു ഫീച്ചറാണ്. കാരണം നമുക്ക് നല്ല എന്തെങ്കിലും ഫ്രണ്ടിൽ നമുക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് വെച്ചിട്ട് പോകാനായിട്ട് നല്ലൊരു സ്ഥലം ഈ ആക്റ്റീവിനെയും കാട്ടിലും ഇവിടെ വരുന്നുണ്ട്.
അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ റിവ്യൂ മെയിൻ ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ എഞ്ചിന്റെ പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 8.5 PS ആണ് വരുന്നത്. അതുപോലെ തന്നെ 10.5 ന്യൂട്ടൺ മീറ്റർ ആണ് ഇതിന്റെ ടോർക്ക് വരുന്നത്. അപ്പോൾ 125cc വണ്ടിയിൽ അത് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു എഞ്ചിൻ പെർഫോമൻസ് ആണ്. പക്ഷെ വലിയ രീതിയിൽ നമുക്ക് ഇതിന്റെ ടോപ്പ് സ്പീഡ് അതിലൊന്നും നമുക്ക് കാര്യമില്ല. 125cc നമുക്ക് മാക്സിമം കംഫർട്ടായിട്ട് നമുക്ക് ട്രാൻസ്മിഷൻ ഈസി ആക്കുന്നു എന്നുള്ളതിന് വേണ്ടിയാണ് 125cc. 110 കാട്ടിലും 125cc നമുക്ക് ആ ടോർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് സിറ്റി റൈഡിൽ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് വേറൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ ഇതിന്റെ അകത്ത് ഭയങ്കര കംഫർട്ടാണെന്ന്. ആ കംഫർട്ട് മാക്സിമം ഇൻക്രീസ് ചെയ്യാൻ ഈ ചെറിയ 12 ഇഞ്ച് വീലാണെങ്കിൽ പോലും സഹായിക്കുന്നത് ഇതിന്റെ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്. ഈ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ബൈക്കുകളിൽ വരുന്ന സസ്പെൻഷനാണ്. സാധാരണ ആക്റ്റീവയിലൊന്നും ഇതുപോലത്തെ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ അല്ല. അത് നമുക്കറിയാം, പിടിച്ചു കഴിഞ്ഞാൽ മുകളിലോട്ടാണ് പൊങ്ങുന്നത് ബ്രേക്ക് പിടിക്കാം. ഇത് അങ്ങനെയല്ല, നമ്മൾ ബൈക്കിലെ പോലെ തന്നെ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോഴത്തേക്കും താഴോട്ട് തന്നെയാണ് താഴുന്നത്. അപ്പം ഓരോ ചെറിയ കുഴിയിൽ ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് സ്കൂട്ടർ ഓടിക്കുന്ന ഒരു ഫീൽ അല്ല, ശരിക്കും ഒരു ബൈക്ക് ഓടിക്കുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന എക്സ്പീരിയൻസ് പോലെയാണ്. അപ്രീലയിലും ഇത് തന്നെയാണ്, നമുക്കും ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് എനിക്ക് എപ്പോഴും ഒരു പോരായ്മയായിട്ട് തോന്നിയത് ഈ വണ്ടീൻ്റെ ആ ഒരു അപ്പിയറൻസിൽ ഇതിനൊരു 14 ഇഞ്ച് വീലും കൂടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സസ്പെൻഷന് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ ചിലപ്പോൾ മൈലേജ് കുറഞ്ഞു പോകാമായിരിക്കാം. പക്ഷെ എന്നാലും നല്ല രീതിയിൽ കുറച്ചും കൂടെ സസ്പെൻഷൻ, ഇപ്പം തന്നെ പഞ്ഞിമത്തയാണ്, കുറച്ചും കൂടെ സസ്പെൻഷൻ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊരു അക്സസറിയാണ്. വണ്ടിയിൽ നമുക്ക് ഒരു ചാർജിങ് ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എക്സ്ട്രാ ആയിട്ട് വണ്ടി ഓൺ റോഡ് ഇറക്കുന്ന സമയത്ത് നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. കാറിലൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു പ്ലഗ് വരുന്നുണ്ട്. ആ പ്ലഗിന്റെ സഹായത്തോടു കൂടി നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും തന്നെ സീറ്റ് തുറക്കാതെ തന്നെ നമുക്ക് ഇവിടെ വണ്ടിയിൽ മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റും. അതും നല്ലൊരു ഫീച്ചറാണ്. അപ്പോൾ ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് ഈ ഗ്രാസിയ 125 ഞാൻ ഇഷ്ടപ്പെടാൻ കാര്യം. വണ്ടി എടുക്കാൻ നേരത്ത് അമ്മയ്ക്കൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇതിന്റെ ആ ഒരു സൈസൊക്കെ ഭയങ്കര വലുതാണ് എന്നുള്ള തോന്നലായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ഇതിന്റെയൊക്കെ യൂസ് എത്രത്തോളം റിയൽ ലൈഫിൽ ബാധിക്കുന്നു എന്നുള്ളത് ആക്റ്റീവ് ഓടിച്ചതിന് ശേഷം കണ്ടിന്യൂസ് 500 കിലോമീറ്റേഴ്സ് അവർ ഓടിച്ചപ്പോഴത്തേക്കും അവർക്കും ഫസ്റ്റ് സർവീസിന് ശേഷം അതിന്റെ ഒരു ഫീച്ചേഴ്സിന്റെ ഒക്കെ ഗുണം നല്ല രീതിയിൽ അവർക്കും അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി നിങ്ങൾ ആക്റ്റീവ് എടുക്കുന്നതിന് മുമ്പ് ഷുവറായിട്ടും ഗ്രാസിയെ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക, ഇതും കൺസിഡർ ചെയ്ത് നോക്കുക. എന്തായാലും ഡിസപ്പോയിന്റ് ചെയ്യത്തില്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. കാരണം സ്വന്തമായിട്ട് ഓണർഷിപ്പ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. എന്തെങ്കിലും പോരായ്മ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അത് പറഞ്ഞേനെ. കാരണം എൻ്റെ അപ്രീലിയയുടെ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിയാൽ അറിയാം. ഞാൻ ഓൺ ചെയ്യുന്ന അപ്രീലിയ എത്രമാത്രം പവർഫുൾ ആണ് എന്നുണ്ടെങ്കിലും ഞാൻ അത്രമാത്രം 10,000 കിലോമീറ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. 1 ഇയർ എടുത്തു കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. എന്നാലും അതിൻ്റെ ഇടയിലുള്ള സസ്പെൻഷന്റെ പ്രശ്നങ്ങളും എല്ലാം ഞാൻ അതിൽ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇപ്പോൾ ഫസ്റ്റ് സർവീസ് കഴിയുന്നത് വരെ ഈ വണ്ടിയിലൊരു പ്രശ്നം അനുഭവിക്കാൻ തോന്നിയിട്ടില്ല. വലിയ കംഫോർട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ശിവ സൈനിങ് ഔട്ട് ഫ്രം റിപ്പിൾ സ്പേസ് ടൈം. ഇനി നമുക്ക് വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.